വെൽക്കം ടു ട്രൈറൂട്ട്. നമുക്ക് ആഴ്ചയിൽ ഗോൾഡിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നടത്താം. ജൂലൈ 8 മുതൽ 12 വരെയാണ് ട്രേഡിംഗ് ഡേയ്സ്. അതിനു വേണ്ടിയിട്ട് വീക്കിലി ചാർട്ടാണ് എടുത്തിരിക്കുന്നത്. വീക്കിലി ചാർട്ടിൽ നോക്കിയാൽ കാണാം, കഴിഞ്ഞ ആഴ്ച വളരെ സ്ട്രോങ് ആയൊരു ബുള്ളിഷ് കാൻഡിൽ ഫോം ചെയ്തിട്ടുണ്ട്. അത് അപ്രോച്ച് ചെയ്യുന്നത് ഓൾ ടൈം ഹൈനെയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഓൾ ടൈം ഹൈനെ ഒരു റെസിസ്റ്റൻസ് ഏരിയ ആയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വീക്കിലി സപ്പോർട്ട് എന്ന് പറയുന്നത് കഴിഞ്ഞ കുറെ ദിവസങ്ങളിൽ വന്ന് ടെസ്റ്റ് ചെയ്ത് ബ്രേക്ക് ചെയ്യാതെ തിരിച്ചുപോയ ഒരു ഏരിയനെയാണ് വീക്കിലി സപ്പോർട്ട് ഏരിയ എന്ന് പറയുന്നത്. ഈ ഒരു ഏരിയനെയാണ് വീക്കിലി സപ്പോർട്ടായിട്ട് എടുക്കുന്നത്. ഇനി ഇംബാലൻസ് അതുപോലെ മറ്റുള്ള കാര്യങ്ങളൊന്നും നിലവിൽ കാണുന്നില്ല. പക്ഷെ കഴിഞ്ഞ ആഴ്ചത്തെ ഒരു ക്യാൻഡിൽ വീക്കിലി ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ഇനി നെക്സ്റ്റ് ക്യാൻഡിൽ ഫോം ചെയ്താൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അത് ഇംബാലൻസ് ആണോ അല്ലേ എന്നുള്ളത്. ഇപ്പൊ നിലവിൽ എന്താണ്, അതൊരു ബുള്ളിഷ് ക്യാൻഡിലാണ്, സ്ട്രോങ് ആയുള്ള മർബസ് ക്യാൻഡിലാണ്. നോക്കിയാൽ കാണാം, വീക്കിലി ക്യാൻഡിൽസ് ബ്രേക്ക് ചെയ്ത ഹൈകളെ നോക്കിയാൽ കാണാം, ഇവിടെയുള്ള ഒരുവിധം എല്ലാം ഹൈകളും ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ ബ്രേക്ക് ചെയ്യാനുള്ളത് ഓൾ ടൈം ഹൈ ആണ്. ആ ഹൈനെയാണ് അപ്രോച്ച് ചെയ്യുന്നത്. ഇനി ലേറ്റസ്റ്റ് ബ്രേക്ക് ചെയ്തൊരു ഹൈനെ ഞാനിപ്പോ മാർക്ക് ചെയ്യുന്നുണ്ട്. അതിന്റെ തൊട്ട് മുകളിലാണ് വീക്കിലി ചാർട്ട് ക്ലോസ് ചെയ്തിരിക്കുന്നത്. എന്തായാലും നമുക്ക് കൂടുതൽ അനാലിസിസിന് വേണ്ടിയിട്ട് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോകേണ്ടതുണ്ട്. അതിനു മുന്നേ നമുക്ക് കഴിഞ്ഞ ആഴ്ച എങ്ങനെയായിരുന്നു മാർക്കറ്റ് ബിഹേവ് ചെയ്തതെന്നുള്ളതൊന്ന് നോക്കണം. അതിനു വേണ്ടിയിട്ട് വൺ ഡേ ചാർട്ടിലേക്ക് പോവാണ്. വൺ ഡേ ചാർട്ടിൽ നോക്കി കഴിഞ്ഞാൽ കാണാം, കഴിഞ്ഞയുടെ മുന്നത്തെ ആഴ്ച വളരെ സ്ട്രോങ് ആയുള്ള ഒരു എൻഗൾഫിംഗ് ക്യാൻഡിൽ ഇവിടെ ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം 3 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് 3 ദിവസം കൺസോൾട്ടേഷൻ ആയിരുന്നു. പിന്നെ 4ാമത്തെ ദിവസം എന്ത് ചെയ്തിട്ടുണ്ട്, നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ ഫോം ചെയ്തു. 5ാമത്തെ ദിവസം വീണ്ടും കൺസോൾട്ടേഷൻ ആയി. അതായത് ഒരു ഇൻഡിസിഷൻ ക്യാൻഡിൽ അവിടെ തന്നു. 6ാമത്തെ ദിവസം എന്ന് പറയുന്നത് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് 6ാമത്തെ ദിവസം എന്ന് പറഞ്ഞാൽ. 6ാമത്തെ ദിവസം നല്ലൊരു ക്യാൻഡിൽ ഫോം ചെയ്തിട്ട് 3 ആഴ്ച മുന്നുള്ള ഹൈനെ ബ്രേക്ക് ചെയ്തിട്ട് അതിന്റെ മുകളിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ആ ക്ലോസ് ചെയ്ത ഏരിയ നോക്കിയാൽ കാണാം, ഒരു ഇംബാലൻസ് ഏരിയ ആണ്. ഓൾറെഡി അത് മിറ്റിഗേറ്റഡ് ചെയ്ത ഏരിയയും കൂടിയാണ്. ഇവിടെ നോക്കിയാൽ കാണാം, അവിടെ ഓൾറെഡി വന്ന് മിറ്റിഗേറ്റ് ചെയ്ത ഏരിയയും കൂടിയാണ്. അപ്പൊ ഒരു വലിയൊരു എഫക്ട് നമുക്ക് അവിടെ നിന്ന് പ്രതീക്ഷിക്കാൻ പറ്റില്ല. എഫക്ട് എന്ന് പറഞ്ഞത് റിവേഴ്സൽ പ്രതീക്ഷിക്കാൻ പറ്റില്ല. അപ്പൊ ഈ ഒരു ഏരിയനെ ഇംബാലൻസ് ആയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നാൽ പോലും വലിയൊരു എഫക്ട് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. പക്ഷെ മുകളിലോട്ട് പോകുന്ന സമയത്ത് എന്താണ്, ഇതൊരു വലിയ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഏരിയ തൊട്ട് മുകളിലുണ്ട്. മാർക്കറ്റ് ഒരു വൺ സൈഡ് മൂവ്മെന്റ് ആണ് ഇപ്പൊ തന്നുകൊണ്ടിരിക്കുന്നതെങ്കിലും മാർക്കറ്റിന് മുകളിലോട്ട് പോകാൻ അല്ലെങ്കിൽ ഏതെങ്കിലും സൈഡിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് അല്ലെങ്കിൽ റിയാക്ഷൻ തരാനുള്ള സാധ്യതയുണ്ട്. മോസ്റ്റ് പ്രോബബ്ലി അത് ഈ റെസിസ്റ്റൻസ് ഏരിയയിൽ നിന്നായിരിക്കും സാധ്യത. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഓൾ ടൈം ഹൈ ബ്രേക്കിംഗ് നടക്കും. അപ്പോൾ ഓൾ ടൈം ഹൈയുടെ മുകളിൽ എന്തായാലും ഡെഫിനറ്റ്ലി സെല്ലേഴ്സ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. ഈ ആഴ്ച ആദ്യത്തെ ഒന്നോ രണ്ടോ ദിവസം തിങ്കളാഴ്ച ചൊവ്വാഴ്ചയോ മുകളിലോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞിട്ട് അവിടെ നിന്നിട്ട് താഴോട്ടേക്ക് ഒരു റിയാക്ഷൻ തരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ മാർക്ക് ചെയ്യേണ്ട ഏരിയ എന്ന് പറയുന്നത് നേരത്തെ ബ്രേക്ക് ചെയ്ത, അതായത് ഇപ്പൊ മാർക്കറ്റ് നിൽക്കുന്ന ഒരു ഏരിയ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് റെസിസ്റ്റൻസ് ഏരിയ ആയിട്ട് മാർക്ക് ചെയ്യേണ്ടി വരിക. അത് ശ്രദ്ധിക്കുക. അതിന്റെ കളർ മാറ്റിയിടുന്നുണ്ട്, റെഡ് ലൈൻ ആക്കി മാറ്റിയിടുന്നുണ്ട്. ഈ ഒരു ഏരിയനെ ആയിരിക്കും മുകളിൽ പോയിട്ട് തിരിച്ചിറങ്ങുന്ന സമയത്ത് റെസിസ്റ്റൻസ് ഏരിയ ആയിട്ട് മാർക്ക് ചെയ്യേണ്ടി വരിക. പിന്നെയും കുറച്ചുകൂടി താഴോട്ടേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഇതായിരിക്കും രണ്ടാമത്തെ ഏരിയ മാർക്ക് ചെയ്യേണ്ടി വരിക. അത് ചേഞ്ച് ചെയ്ത് ഗ്രീനിലാക്കുന്നുണ്ട്. അപ്പൊ ഈ രണ്ട് ഏരിയ എന്തായാലും ഡെഫിനറ്റ്ലി അവിടെ ഒരു ചേഞ്ച് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ ഈ രണ്ട് ഏരിയയും ഡെഫിനറ്റ്ലി മാർക്ക് ചെയ്യേണ്ടതുണ്ട്. മാർക്ക് ചെയ്യൽ മാത്രമല്ല, അവിടെ നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടതുണ്ട്. ഈ ഏരിയയിലേക്കൊക്കെ വരുന്ന സമയത്താണെങ്കിൽ നമുക്ക് നല്ലൊരു വലിയൊരു ബുള്ളിഷ് മൂവ്മെന്റിന് വേണ്ടിയിട്ട് എൻട്രി നമുക്ക് പ്ലേസ് ചെയ്ത് വെക്കാം. നോക്കിയാൽ കാണാം, ഇതൊരു ബ്രേക്ക് ചെയ്തിട്ടാണ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ക്യാൻഡിൽ വന്നിരിക്കുന്നത്. ഡെഫിനറ്റ്ലി ഇവിടേക്ക് താഴോട്ടേക്ക് ഇറങ്ങാനുള്ള സാധ്യത വളരെ കൂടുതലായതുകൊണ്ടാണ് പറയുന്നത് ഈ ഏരിയയിലേക്ക് വരുന്നത്. എക്സ്പെഷ്യലി ഇവിടേക്ക് വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യും, ഒരു നല്ലൊരു ബുള്ളിഷ് മാർക്കറ്റിന്റെ ഭാഗമാകാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് ബൈ വാങ്ങിക്കാം. ബൈ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിന്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓൾ ടൈം ഹൈയിലേക്ക് തന്നെയാണ്. അതൊരു ഗ്രീൻ ലൈനായിട്ട് വരച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ഇത്രയാണ് നമുക്ക് ഡെയിലി ടൈം ഫ്രെയിമിൽ കിട്ടുന്നുള്ളത്. ഡെയിലി ടൈം ഫ്രെയിമിൽ പ്രധാനപ്പെട്ട ഏരിയകളെല്ലാം മാർക്ക് ചെയ്തിട്ടുണ്ട്. ഡെയിലി ടൈം ഫ്രെയിമിൽ മാർക്ക് ചെയ്യാൻ വിട്ടൊരു ഏരിയ എന്ന് പറയുന്നത് ഇവിടെയാണ്. ഇതൊരു സപ്പോർട്ട് ഏരിയ ആണ്. ആ ഒരു സപ്പോർട്ട് ഏരിയ വീക്കിലി സപ്പോർട്ട് ഏരിയയുടെ ഉള്ളിലാണ് വരുന്നത്. ഇനി നമുക്ക് 4 ഹവറിലേക്ക് ഒന്ന് ഷിഫ്റ്റ് ചെയ്ത് നോക്കാം. 4 ഹവറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്തും കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നുമില്ല. നമ്മൾ മാർക്ക് ചെയ്ത എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ നിലനിൽക്കുന്നുണ്ട്. നേരത്തെ മാർക്ക് ചെയ്തതിൽ ഒരു ചെറിയൊരു ഇത് മുകളിലോട്ട് എടുക്കുന്നുണ്ട്, ഇംബാലൻസിന് മുകളിലോട്ട് എടുക്കുന്നുണ്ട്. നോക്കിയാൽ കാണാം, ഇവിടെ നിന്നിട്ടാണ് മാർക്കറ്റ് വളരെ സ്ട്രോങ് ആയിട്ട് മുകളിലോട്ട് കയറി പോയിരിക്കുന്നത്. ഈ ഏരിയയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ന്യൂസ് ടൈമിൽ ക്രിയേറ്റ് ചെയ്തൊരു ക്യാൻഡിൽ ആയിരുന്നു. അപ്പൊ ഇവിടെ നിന്ന് അതിന്റെ ഒരു ന്യൂസ് ബേസ് ആയിട്ടുള്ള റാലിയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ഇവിടെ നിന്ന് താഴോട്ട് നിന്ന് നോക്കുന്ന സമയത്ത് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ട്. കാരണം എന്താണ്, നമുക്ക് ഒരു ട്രെൻഡ് ചേഞ്ച് തന്നിട്ടുണ്ട്. മാർക്കറ്റ് വന്നു, വീണ്ടും മുകളിലോട്ട് വന്നു, വീണ്ടും ഓരോ സ്വിങ് ക്രിയേറ്റ് ചെയ്ത് ഇവിടെ വന്നിട്ട്
മാർക്കറ്റ് ഇത് ഇവിടെ നിന്ന് ബ്രേക്ക് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പൊ ഇനി മോസ്റ്റ് പ്രോബബ്ലി ഏറ്റവും കൂടുതൽ റിയാക്ഷൻ വരിക അല്ലെങ്കിൽ റിജക്ഷൻ വന്ന് താഴോട്ടേക്ക് വരാനുള്ള ഒരു സാധ്യത എന്ന് പറയുന്നത് നേരത്തെ മാർക്ക് ചെയ്ത അല്ലെങ്കിൽ ഇപ്പൊ നിൽക്കുന്ന ഈ ഒരു ഏരിയയിലേക്കായിരിക്കും കൂടുതൽ മാർക്കറ്റ് തിരിച്ചു വരാനുള്ള സാധ്യത. ഈ ആഴ്ച അത് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ആദ്യത്തെ 1-2 ദിവസം മുകളിലോട്ടൊന്ന് പോയിട്ട് താഴോട്ടേക്ക് ഇറങ്ങാം. അല്ലെങ്കിൽ മാർക്കറ്റ് ആദ്യത്തെ 1-2 ദിവസം താഴോട്ടേക്ക് ഇറങ്ങിക്കഴിഞ്ഞ് മാർക്കറ്റ് മുകളിലോട്ട് പോകാനുള്ള സാധ്യത ഉണ്ട്. അതും തള്ളിക്കളയാൻ പറ്റില്ല. അങ്ങനെ വരുമ്പോൾ എന്താണ് നല്ലൊരു ട്രെൻഡ് കണ്ടിന്യൂഷൻ കിട്ടും. ബ്രേക്ക് ചെയ്ത് റീടെസ്റ്റിന് വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നിന്നൊരു എൻട്രി എടുക്കാം. എക്സാക്ട് പോയിന്റ് അല്ല പറയുന്നത്, ഇവിടെ നിന്ന് മാർക്കറ്റ് കണ്ടീഷൻ ചേഞ്ച് ആവുന്നത് നോക്കിയിട്ട് നമുക്ക് എടുക്കാം. അതൊരു ചെറിയ ടൈം ഫ്രെയിമിലായിരിക്കും നോക്കുക. അറൌണ്ട് ഒരു 800ഓളം പിപ്സോളം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. കാരണം എന്താണ്, ഓൾ ടൈം ഹൈനെ അപ്രോച്ച് ചെയ്യാണ്. പക്ഷെ ഓൾ ടൈം ഹൈനെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് ഇങ്ങനൊരു മൊമെന്റം കിട്ടാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. ഇതുവരെ കിട്ടിയത് എന്താ, കഴിഞ്ഞ ആഴ്ച കിട്ടിയത് വളരെ ബുള്ളിഷ് ആയ ഒരു ക്യാൻഡിലാണ്. അടുത്ത ആഴ്ച എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ക്യാൻഡിൽ ഒന്ന് മുകളിലോട്ട് കയറി പോയി വീണ്ടും ഒന്ന് താഴോട്ട് വന്ന് ചിലപ്പോൾ ഒരു കൺസോൾട്ടേഷൻ 1-2 ആഴ്ച നടത്തിയതിന് ശേഷമായിരിക്കാം മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുന്നത്. അങ്ങനെ ബ്രേക്ക് ചെയ്താലും വലിയൊരു മൂവ്മെന്റ് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അല്ലാതെ ഇങ്ങനെ ഡയറക്റ്റ് പോകുന്ന സമയത്ത് ചിലപ്പോൾ ഒരുപക്ഷെ റിജക്ഷൻ വന്നിട്ട് മാർക്കറ്റ് നല്ലവണ്ണം താഴോട്ടേക്ക് വരാനും സാധ്യതയുണ്ട്. എനിവേ നമുക്ക് എന്ത് ചെയ്യണം, മാർക്കറ്റ് നല്ല രീതിയിൽ റെസ്റ്റ് ചെയ്ത് എനർജൈസ് ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നതാണ് ഏറ്റവും നല്ലത്. ആ ഒരു ഇതിനു വേണ്ടി അടുത്ത ആഴ്ച വെയിറ്റ് ചെയ്ത് നിൽക്കാം. എൻട്രി പോയിന്റുകൾ ഒന്ന് പറഞ്ഞത് ഇവിടെയാണ്. സെൽ പോയിന്റ് ഇപ്പൊ നമുക്ക് പറയാനായിട്ടില്ല. കാരണം സെൽ പോയിന്റിൽ ഒന്ന് നിൽക്കുന്നത് ഇംബാലൻസിലാണ്. ഇംബാലൻസിൽ നിന്ന് റിജക്ഷൻ കിട്ടിയാൽ പോലും തൊട്ടടുത്തൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയ ഉള്ളതുകൊണ്ട് നമുക്ക് ഒരു ലോങ് ടൈമിനുള്ള ഒരു എൻട്രി നമുക്ക് വെക്കാൻ പറ്റില്ല. വൺ ടൈമിന് ഇപ്പൊ ബൈ എൻട്രി ആണ്. അല്ലെങ്കിൽ ഒന്ന് ഇവിടെ തന്നെ മുകളിലോട്ടൊന്ന് കയറിയിട്ട് ഒരു ചെറിയൊരു സിങ് ക്രിയേറ്റ് ചെയ്തിട്ട് വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഇംബാലൻസിന്റെ താഴോട്ട് ഇപ്പൊ വെച്ചിരിക്കുന്ന എൻട്രിയുടെ തൊട്ട് മുകളിൽ താഴോട്ട് വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത എൻട്രി പോയിന്റ് നമുക്ക് നോക്കാം. എനിവേ അതല്ല നമുക്ക് ലൈവ് മാർക്കറ്റിൽ ഇരുന്നിട്ട് നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റുള്ളൂ. പോയിന്റുകൾ നമുക്ക് മാർക്ക് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ടാണ് അനാലിസിസ് നടത്തുന്നത്. ഈ വീക്ക്ലി അനാലിസിസിൽ മെയിൻ ആയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഡയറക്ഷൻ ഫൈൻഡ് ചെയ്യുക എന്നുള്ളതാണ്. ഡെയിലി അനാലിസിസിലാണ് നമ്മുടെ എൻട്രി പോയിന്റുകളെ കുറിച്ചിട്ട് കൂടുതൽ സംസാരിക്കുക. അതുപോലെ തന്നെ ഡെയിലി അനാലിസിസ് ചെയ്യുന്നത് നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിരിക്കുന്ന ആളുകൾക്ക് ഒരു സ്റ്റഡി മെറ്റീരിയൽ ആയിട്ടാണ്. യൂഷ്വലി നമ്മൾ ഡെയിലി അനാലിസിസ് ചെയ്യും. അതോടൊപ്പം തന്നെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അന്നത്തെ എൻട്രി പോയിന്റുകൾ പ്രൊവൈഡ് ചെയ്യും. അതിനുശേഷം ഈവനിങ്ങിൽ പോസ്റ്റ് മാർക്കറ്റ് അനാലിസിസ് ചെയ്യും. ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഓവറക്സ് മാർക്കറ്റിനെ കുറിച്ച് കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും നമ്മളോടൊപ്പം ജോയിൻ ചെയ്ത് സപ്പോർട്ട് ലഭിക്കാനും ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുകയോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ തന്നെയുള്ള ഗൂഗിൾ ഫോം ഫിൽ ചെയ്യുകയോ ആവാം.